വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മൾ നോക്കുന്നത് കറണ്ട് അഫെയർസിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. കറണ്ട് അഫെയർസിന്റെ മോക്ക് ടെസ്റ്റ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടുത്ത ഭാഗമാണ് കറണ്ട് അഫെയർസിന്റെ മോക്ക് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓരോ ചോദ്യങ്ങൾ വായിക്കും, ജസ്റ്റ് ഒരു സെക്കൻഡ് ഡിലേ വന്നിട്ട് ആൻസർ പറയും. അപ്പോൾ നിങ്ങൾ ഒരു പേപ്പർ പേന എടുത്തിട്ട് നമ്മൾ എക്സാമിന് വേണ്ടി തയ്യാറാവുക. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള നഗരം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൊല്ലം. രണ്ടാമത്തെ ചോദ്യം: സ്കൂൾ ഒളിമ്പിക്സ് 2025 വേദിയായത് എവിടെ? ഓപ്ഷൻ എ ആണ് ഉത്തരം, തിരുവനന്തപുരം. മൂന്നാമത്തെ ചോദ്യം: 22ാമത് മഹാകവി നാലപ്പാട് നാരായണ മേനോൻ സ്മാരക പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, കെ സച്ചിദാനന്ദൻ. നാലാമത്തെ ചോദ്യം: ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം? ഓപ്ഷൻ സി ആണ് ഉത്തരം, കോഴിക്കോട്. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യയുടെ 16ാമത് അറ്റോർണി ജനറൽ ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ആർ വെങ്കട്ടരമണി. ആറാമത്തെ ചോദ്യം: പാരാ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര സ്വർണം നേടിയ 18കാരി ആര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ശീതൾ ദേവി. ഏഴാമത്തെ ചോദ്യം: ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവും സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബീഹാർ. എട്ടാമത്തെ ചോദ്യം: അന്താരാഷ്ട്ര പേയ്മെന്റുകൾക്കായി UPI സ്വീകരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ്? എട്ടാമത്തെ രാജ്യം ഏതാണ്? സ്വീകരിക്കുന്ന എട്ടാമത്തെ രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഖത്തർ. ഒമ്പതാമത്തെ ചോദ്യം: ആദ്യത്തെ അതിർത്തി കടന്നുള്ള റെയിൽവേ ബന്ധം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഭൂട്ടാൻ. പത്താമത്തെ ചോദ്യം: 2025 സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ ആഗോള സ്ഥാനം എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം, 128ാം സ്ഥാനം. 11ാമത്തെ ചോദ്യം: 2025 ലോക ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മീരാഭായ് ചാനു. 12ാമത്തെ ചോദ്യം: ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി എന്ന നേട്ടം സ്വന്തമാക്കിയത് ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, എറണാകുളം ജനറൽ ആശുപത്രി. 13ാമത്തെ ചോദ്യം: മുസ്ലിം സമുദായത്തിൽ നിന്ന് കഥകളി അഭ്യസിക്കാനെത്തിയ ആദ്യത്തെ പെൺകുട്ടി ആര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സാബറി. 14ാമത്തെ ചോദ്യം: ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സനി തക്കായിച്ചി. 15ാമത്തെ ചോദ്യം: 2023 ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, മഹാരാഷ്ട്ര. 16ാമത്തെ ചോദ്യം: 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം നേടിയ സാഹിത്യകാരി ആര്? ഓപ്ഷൻ സാഹിത്യകാരനാണ്. ഓപ്ഷൻ ഡി ആണ്, ഇ സന്തോഷ് കുമാർ. 17ാമത്തെ ചോദ്യം: 2024 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാനായി നിയമിതനായത് ആര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, പ്രകാശ് രാജ്. 18ാമത്തെ ചോദ്യം: വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ വികസിത ഭാരത് ബിൽഡത്തോടിന്റെ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ശുഭാംശു ശുക്ല. 19ാമത്തെ ചോദ്യം: സമഗ്ര നഗര നയം രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, കേരളം. 20ാമത്തെ ചോദ്യം: കേരള നിയമസഭ മലയാള ഭാഷാ നിയമം 2025 ബില്ല് പാസാക്കിയത് എന്ന്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 2025 ഒക്ടോബർ 9. 20 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.